നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് ഷൊർണൂരിൽ തുടക്കമായി. ഷൊർണൂർ കൂനത്തറയിൽ ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആദ്യമായി ചുമരെഴുതിക്കൊണ്ട് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടു. പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണവും സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങളും പൂർത്തിയായി. ഞങ്ങൾ ഇന്നു മുതൽ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് തുടക്കമായിട്ടാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ചുമരെഴുത്തുകൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ ജില്ലയിൽ വലിയൊരു മുന്നേറ്റം, നിരവധി സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം LDFിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലും തയ്യാറെടുപ്പിലുമാണ്. ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതി അതവർക്ക് മനസ്സിലായി. നാടിന്റെ വികസനത്തിൽ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ട അത്യാവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ശബരിമല കൊള്ള പോലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും വെളിച്ചത്ത് വരുന്നത് അഴിമതിയുടെ കാര്യത്തിൽ ഈ രണ്ടു മുന്നണികളും വ്യത്യസ്തരല്ല എന്ന് തെളിയിച്ചിരിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. കേരളത്തിലൊരു വലിയ ശക്തിയായിട്ട് എൻ.ഡി.എ മാറും എന്നുള്ള കാര്യത്തിൽ സംശയം. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നും പി വേണുഗോപാൽ പറഞ്ഞു. ഷൊർണൂർ, ഒറ്റപ്പാലം പ്രദേശങ്ങളിൽ 100-ലധികം ചുവരെഴുത്തുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മറ്റ് ഫ്ലക്സ് ബോർഡുകളും നോട്ടീസുകളും പതിക്കാനുള്ള സ്ഥലങ്ങളും ബി.ജെ.പി. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഷൊർണൂർ, ഒറ്റപ്പാലം, വാണിയംകുളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തവണ ബി.ജെ.പിയുടെ വോട്ട് കൂട്ടാനാണ് ലക്ഷ്യമിടുന്നത്. ആർ രഞ്ജിത്ത്, കെ പ്രസാദ്, പി ജയരാജ്, എ ഗോപകുമാർ, കെ ടി രവിദാസ്, രാജീവ്, ചന്ദ്രൻ കല്ലിപ്പാടം എന്നിവർ പ്രസംഗിച്ചു.